ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന കഥ അത്യാഗ്രഹം എന്ന മഹാവിപത്ത്. ഇത് ഞാൻ പല ബുക്കുകളിൽ നിന്നും അതുപോലെ സെർച്ച് ചെയ്തിട്ടൊക്കെ കിട്ടുന്ന കഥകളാണ്. അപ്പം നിങ്ങൾക്ക് ദിവസം ഓരോ കഥ ഷെയർ ചെയ്യാൻ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമുക്കിന്ന് ഈ കഥ കേട്ടാലോ. അത്യാഗ്രഹം എന്ന മഹാവിപത്ത്. ഒരിക്കൽ ഒരാൾ ഒരു ധനികനായ കർഷകന് ഒരു വാഗ്ദാനം കൊടുത്തു. ഒരു ദിവസം കൊണ്ട് നടന്ന് തീർക്കാൻ പറ്റുന്നത്ര ഭൂമി സ്വന്തമാക്കാം. ഒരു നിബന്ധന മാത്രം: സൂര്യാസ്തമയത്തിനു മുൻപ് പുറപ്പെട്ട സ്ഥലത്ത് തന്നെ തിരിച്ചെത്തണം. സമയം തെറ്റാൻ പാടില്ല. ധനികനായ കർഷകൻ കഴിയുന്നത്ര ഭൂമി സ്വന്തമാക്കണമെന്ന ഉദ്ദേശത്തോടെ അടുത്ത ദിവസം പ്രഭാതത്തിൽ നടത്തം തുടങ്ങി. വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാൻ പോലും സമയം ചിലവാക്കാതെ മധ്യാഹ്ന ശേഷവും യാത്ര തുടർന്നു. കൂടുതൽ ഭൂസ്വത്ത് സമ്പാദിക്കാനുള്ള അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ അയാൾ തീരുമാനിച്ചിരുന്നു. മറ്റൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. ഇതിനിടയിൽ വളരെ വൈകിയപ്പോഴാണ് നിബന്ധനയുടെ കാര്യം പോലും അയാൾ ഓർത്തത്. അത്യാഗ്രഹം അപ്പോഴേക്കും അയാളെ പുറപ്പെട്ട സ്ഥലത്തു നിന്നും വളരെ അധികം ദൂരത്തേക്ക് എത്തിച്ചിരുന്നു. പിന്നെ അയാൾ അസ്തമയത്തിനു മുൻപ് തിരിച്ചെത്താനുള്ള ചിന്തയോടെ വളരെ വേഗം തിരിച്ചു നടക്കാൻ തുടങ്ങി. അസ്തമയം അടുക്കുംതോറും അയാൾ നടത്തത്തിൻ്റെ വേഗത വർദ്ധിപ്പിച്ചു വന്നു. മനസ്സിൽ ആദിയും വർദ്ധിച്ചു വന്നു. അതിവേഗത്തിൽ തളർച്ചയും ക്ഷീണവും വകവയ്ക്കാതെ അയാൾ ഓടിക്കൊണ്ട് ഒടുവിൽ അസ്തമയത്തിനു മുൻപ് യാത്ര തുടങ്ങിയ സ്ഥലത്ത് എത്തിച്ചേർന്നു. പക്ഷേ അപ്പോഴേക്കും അയാൾ തളർന്നു വീണു. മരണവും സംഭവിച്ചു. അയാൾ ശരീരത്തെ പോലും മറന്ന് കൃത്യസമയത്ത് തിരിച്ചു വന്നു. പക്ഷേ മരണത്തോടെ എല്ലാ ആഗ്രഹങ്ങളും അവസാനിക്കുകയും ചെയ്തു. അത്യാഗ്രഹം വരുത്തിവെച്ച പതനമാണ് അയാൾ ഏറ്റുവാങ്ങിയത്. നല്ലൊരു പങ്ക് മനുഷ്യരുടെ ജീവിതത്തിലെ സമാധാനമില്ലായ്മയ്ക്കും സുഖമില്ലായ്മയ്ക്കും കഷ്ടതകൾക്കും കാരണം അത്യാഗ്രഹമാണ്. മഹാത്മാക്കൾ പറഞ്ഞു തരുന്നത് അത്യാഗ്രഹത്തെ വർജിക്കാനും വിധിക്കപ്പെട്ട കർമ്മങ്ങളെ ഫലമിച്ഛിക്കാതെ ഈശ്വരാർപ്പണമായി ചെയ്തു തീർക്കാനുമാണ്. ആത്മവിചാരത്തിലൂടെ ഐശ്വര്യപൂർണമായ ആനന്ദപൂർണമായ ജീവിതം നയിക്കാനുമാണ്. സത്സംഗത്തിലൂടെ ആഗ്രഹനിവൃത്തി തന്നെ സാധിക്കും. ആഗ്രഹങ്ങൾ ഏറും തോറും ദുഃഖവും കഷ്ടതകളും ഏറി വരും. ശ്രേഷ്ഠമായ മനുഷ്യജന്മം കിട്ടിയിട്ടും പണത്തിൻ്റെയും സ്ഥാനത്തിൻ്റെയും പ്രയോജനമില്ലാത്ത അത്യാഗ്രഹം കൊണ്ട് തളർന്നു വീണു തീരുന്നു. ഇന്ന് എവിടെ നോക്കിയാലും നമ്മൾക്ക് കാണാൻ കഴിയുന്ന മഹാവിപത്താണ് ഈ അത്യാഗ്രഹം. എല്ലാ മേഖലകളിലും പണത്തിനും അധികാരത്തിനും വേണ്ടി മനുഷ്യസ്നേഹം വർജിച്ച് പരസ്പരം ഇല്ലാതാക്കുന്ന ഒരു കലികാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും വരുന്ന തലമുറയെങ്കിലും ഇതിൽ നിന്ന് രക്ഷ നേടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കുട്ടികൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ കഥ നിർത്തുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.